ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലാഷ് കാർഡ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറച്ച് ടേംസ് കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ആ ഒരു കോഴ്സ് പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് മെറ്റീരിയൽസ് ഉണ്ടാകും. ACC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസോഴ്സാണ് ACC സ്റ്റഡി ഹബ് പേജ്. പക്ഷേ ഈ ഒരു ACC സ്റ്റഡി ഹബ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എക്സാമിന് ഇത് യൂസ് ചെയ്ത് എങ്ങനെയാണ് എഫക്റ്റീവായി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും പല സ്റ്റുഡൻസിനും അറിയില്ല, പലരും ഇത് യൂസ് ചെയ്യാറുമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റഡി ഹബ് പേജ് എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടതെന്നും അതിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ട്, ഇതെങ്ങനെ നിങ്ങളുടെ എക്സാമിന് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഐ എം അഞ്ജലി പീറ്റർ, യുവർ ACCA ഫാക്കൽറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ ACC സ്റ്റഡി ഹബ് പേജിലേക്ക് ഫസ്റ്റ് പോകാനായിട്ട് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക, ACC സ്റ്റഡി ഹബ് എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈ ACCA ലോഗിൻ പേജിൽ ലോഗിൻ ചെയ്തിട്ട് അത് ത്രൂവും ഈ ഒരു സ്റ്റഡി ഹബ് പേജിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ACC സ്റ്റഡി ഹബ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പേജ് വരും. അതിൽ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഗെറ്റിംഗ് സ്റ്റാർട്ടഡിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഗെറ്റിംഗ് സ്റ്റാർട്ടഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്സസ് ദി ACC സ്റ്റഡി ഹബ് എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോകുന്നത് ആ ഒരു സ്റ്റഡി ഹബിൻ്റെ ലോഗിൻ പേജിലേക്കാണ്. അപ്പോൾ ഇവിടെ സൈൻ ഇൻ ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ACCയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ACCയുടെ മൈ ACCA ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സെയിം യൂസർ നെയിമും പാസ്വേഡും തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്യുക. ACCA രജിസ്റ്റർ ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യാനായിട്ട് നോക്കാം. യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത ശേഷം സൈൻ ഇൻ ടു മൈ ACCA എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ഹബ് പോർട്ടലിലേക്ക് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റഡി ഹബ് പേജ് ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ചധികം ഓപ്ഷൻസ് കാണാം. ഫസ്റ്റ് ഒരു ഡാഷ്ബോർഡ് പേജ് ഉണ്ട്. അതിൽ നിങ്ങൾ ഇതുവരെ എൻറോൾ ചെയ്ത കോഴ്സസ്, ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത കോഴ്സസ് അതെല്ലാം നിങ്ങൾക്ക് കാണാം. ദെൻ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എൻറോൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ പ്രോഗ്രസ്സിൽ കാണാം. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത കോഴ്സുകൾ നോട്ട് അറ്റ് സ്റ്റാർട്ടഡിലും ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് ആയ കോഴ്സസ് കംപ്ലീറ്റഡിലും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് പേപ്പറിനാണോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, ഏത് സബ്ജക്റ്റിന് എക്സാംസ് ആണോ പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് ഫസ്റ്റ് ഈ ഒരു ഡാഷ്ബോർഡ് പേജിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ പേപ്പറിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എന്ത് സെർച്ച് ചെയ്യുക, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് സെർച്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മേ ബി ഒന്നിലധികം കോഴ്സസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് എക്സാമിലേക്കാണോ അപ്പിയർ ചെയ്യാൻ പോകുന്നത് ആ ഒരു എക്സാമിൻ്റെ വെച്ചിട്ടുള്ള കോഴ്സ് എടുക്കുക. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെപ്റ്റംബർ 2024 ടു ജൂൺ 2025 വരെയുള്ള ഒരു കോഴ്സ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെപ്റ്റംബർ 2025 ടു ജൂൺ 2026 എക്സാം വരെ. അപ്പോൾ നിങ്ങൾ ഏത് എക്സാം വിൻഡോയിലേക്കാണോ പ്രിപ്പറേഷൻ പോകുന്നത് അതിൻ്റെ കോഴ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഒരു കോഴ്സാണ് ചൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ സ്റ്റഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു കോഴ്സിൻ്റെ അകത്തേക്കുള്ള പേജസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ആ ഒരു കോഴ്സ് പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് മെറ്റീരിയൽസ് ഉണ്ടാകും, ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാകും, ക്യൂസസ് ഉണ്ടാകും, അതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഫസ്റ്റ് ഈ ഒരു ചാപ്റ്റേഴ്സിലാണ് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് മെറ്റീരിയൽസ് ഉണ്ടാവുക, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് സിലബസിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ചാപ്റ്റർ 27 വരെയുള്ള മെറ്റീരിയൽസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് മേ ബി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ നിങ്ങൾ കപ്ലാൻ അല്ലെങ്കിൽ BPP മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ടൈമിൽ ചാപ്റ്റർ ഓർഡർ മേ ബി സെയിം ആകണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ കിടക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൻ്റെ ആ ഒരു ടോപ്പിക് നെയിം വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് നോക്കുക. അതുപോലെ സ്റ്റഡി ഹബിലെ മെറ്റീരിയൽസ് നമുക്ക് കംപ്ലീറ്റ് ഓക്കെയാണ്, ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾ പാസ്സാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ കുറച്ചുകൂടെ സമ്മപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള പോയിന്റ്സും മെറ്റീരിയൽസ് ഒക്കെയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എപ്പോഴും നിങ്ങൾ ഏതെങ്കിലും ഒരു അപ്രൂവ്ഡ് പബ്ലിഷ്ഡ് ബുക്ക് കൂടി എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. ഇത് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ,
അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചാപ്റ്റർ 1 എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഏതെല്ലാം ടോപ്പിക്കാണെന്ന് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങളൊരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഇവിടെ ഹൈ, മീഡിയം, ലോ എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എത്രമാത്രം കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്ക് ആ ടോപ്പിക്ക് കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, ഇനി റിവൈസ് ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ ഹൈ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലാണെങ്കിൽ മീഡിയം കൊടുക്കാം, അല്ലെങ്കിൽ ലോ ആണ് ഒന്നുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം, തിരിച്ചു വന്നിട്ട് ഒന്നുകൂടെ നോക്കണം, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ലോ കൊടുക്കാം. അങ്ങനെ നിങ്ങൾ എത്രമാത്രം കോൺഫിഡൻ്റ് ആണോ അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പോകാം. ദെൻ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ട ടോപ്പിക്സ് ഇതിൽ കാണാം, ഹൈലി കോൺഫിഡൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇതിൽ കാണാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കത് ചൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിൽ വരുന്നൊരു ഓപ്ഷനാണ്, ഇതിൽ തന്നെ നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ Alt+H എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഹൈലൈറ്റ് ചെയ്യാം. ഹൈലൈറ്റ് ചെയ്ത ടോപ്പിക്സ് ഇവിടെ നമുക്ക് ഈ ഒരു ഹൈലൈറ്റ്സിൽ വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ഫീച്ചറാണ്, നിങ്ങൾക്കിവിടെ ഹൈലൈറ്റ്സ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് ഇതിൽ തന്നെ എന്തെങ്കിലും കാൽക്കുലേഷൻസ് ചെയ്യണമെങ്കിൽ കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ടോപ്പിക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വെക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ നോട്ട്സ് ഉണ്ടാക്കണമെങ്കിൽ, നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് അതിൽ സമ്മപ്പായിട്ട് നോട്ട്സ് വേണമെങ്കിൽ നോട്ട്സും നിങ്ങൾക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം, നോട്ട്സ് മേക്കിങ്ങും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് സിലബസിൻ്റെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഈ ചാപ്റ്റേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സ് കഴിയുമ്പോൾ ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ചാപ്റ്റേഴ്സിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാകും, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കാര്യങ്ങളുണ്ടായിരിക്കും, എക്സാമ്പിൾസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനായിട്ട് ഇപ്പോൾ പ്രോബ്ലം ഏരിയാസ് ഒക്കെ ആണെങ്കിൽ നമുക്കതിന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു കോൺസെപ്റ്റ് ഈ ഒരു സ്റ്റഡി ഹബ് യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലാഷ് കാർഡ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറച്ച് ടേംസ് കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്ലാഷ് കാർഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഓരോ ടേം തരും, അതിൻ്റെ മീനിങ് എന്താണ് അല്ലെങ്കിൽ എന്താണ് ആ കോൺസെപ്റ്റ് എന്ന് നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്ലാഷ് കാർഡ് ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതിനാണ് ആക്ച്വലി സ്റ്റഡി ഹബിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ഫീച്ചറായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ക്വിസസ് ആൻഡ് പ്രാക്ടീസസ് ആണ്. അതായത് സ്റ്റഡി ഹബ് കോഴ്സിലെ ഈ ക്വിസസും പ്രാക്ടീസും എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ ക്വിസിലാണെങ്കിൽ നമുക്ക് ചാപ്റ്റർ വൈസ് ഷോർട്ട് ക്വിസസ് അവൈലബിൾ ആണ്, എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്ക് ക്വിസസ് ഉണ്ടായിരിക്കും. അതുപോലെ പ്രാക്ടീസ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓരോ ചാപ്റ്ററും പഠിച്ച ശേഷം നിങ്ങളുടെ എക്സാം കിറ്റ് ജസ്റ്റ് ഏതെങ്കിലും ഒരു എക്സാം കിറ്റ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത ശേഷം എന്തായാലും എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിലേക്ക് പോകാനായിട്ട്. കാരണം ഇത് സ്റ്റഡി ഹബ് എന്ന് പറയുന്നത് ACCയുടെ തന്നെ ഒഫീഷ്യൽ റിസോഴ്സസ് ആണ്. ACCയുടെ ഒരു അപ്രൂവ്ഡ് പാർട്ട്ണറിൻ്റെ അല്ല, ACC തന്നെ ഇഷ്യൂ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ACCയുടെ ഒഫീഷ്യൽസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസും ക്വിസസും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് ACC എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ ഒരു ക്വിസസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫൈനൽ എക്സാംസിലേക്ക് പോവുക. അപ്പോൾ ഈ ഒരു സ്റ്റഡി ഹബ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ACC ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ ACC റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് യൂസ്ഫുൾ റിസോഴ്സസ് ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റ് ACC ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്യുക.